അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിധികർത്താക്കൾ, മറ്റ് ശ്രോതാക്കളെ, ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം, അവകാശബോധം മാത്രമാകുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ എന്ന പ്രസക്തമായ വിഷയത്തിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും പരസ്പര ബന്ധിതമായ ആശ്രിതമായ രണ്ട് മൂല്യങ്ങളാണ്. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ആഹ്വാനങ്ങളും നമുക്ക് മനുഷ്യ ചരിത്രത്തിൽ എമ്പാടും കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് വർത്തമാന കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ലഭിക്കുന്നതിനപ്പുറത്തുമുള്ളതുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോർവിളികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടുള്ള താന്തോന്നിത്തരങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിത്ത വമ്പന്മാരുടെ ലാഭക്കൊതികളിൽ നിന്നും ഉടലെടുത്ത മീ ജനറേഷൻ, മീൻവൈൽഡ് സിൻഡ്രോം പോലെയുള്ള ആശയങ്ങൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നതിലേക്ക് വ്യക്തികളെ ചുരുക്കുകയാണ്. സമൂഹത്തിന്റെ സുരക്ഷിതവും ഭദ്രവുമായ മുന്നോട്ടു പോക്കിന് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിച്ചേ തീരൂ എന്ന് അവരെ മറപ്പിച്ചു കളയുകയാണ്. ആ ബോധം അവരിൽ നിന്ന് ഇല്ലാതാക്കി കളയുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോയി എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ജനാധിപത്യ സംവിധാനത്തിന്റെ നെടും തൂണായ രാഷ്ട്രീയ പാർട്ടികളാണ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യേണ്ടത്. പൗരന്മാരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കേണ്ടത് ഭരണകക്ഷികളാണെങ്കിൽ അതിൽ വരുന്ന പ്രശ്നങ്ങളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കേണ്ടത് പ്രതിപക്ഷ കക്ഷികളല്ലേ? എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്? അംബാനിയും അദാനിയുമാണ് ലോക്സഭയിലും രാജ്യസഭയിലും വാഴുന്നത്. എക്സാലോജിക്കും നവകേരള ബസും ഒക്കെയാണ് നിയമസഭകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്ക് സമയമില്ല. അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി അവർ മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് സംശയമായിരിക്കുന്നു. കാരണം രാഷ്ട്രീയം എന്നത് സാമൂഹിക സാംസ്കാരിക പ്രതിബദ്ധതയോടുകൂടി വ്യക്തികൾ നിർവഹിക്കുന്ന കാര്യങ്ങളെയാണ് രാഷ്ട്രീയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എവിടെയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ളത്? എവിടെയാണ് സാംസ്കാരിക പ്രതിബദ്ധതയുള്ളത്? പിന്നെ എങ്ങനെയാണ് ഇവ യഥാർത്ഥ രാഷ്ട്രീയ സംഘടനകളായി മാറുന്നത്? ഇവിടെയാണ് സുന്നി യുവജന സംഘവും അവരുടെ മുദ്രാവാക്യവും പ്രസക്തമാകുന്നത്. നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. അത് ചിന്തിച്ച് അതിനനുസൃതമായി വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ? ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം, മഹാനവറുകളുടെ ഭരണം അതാണ് ഉത്തരവാദിത്തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ടുള്ള മാതൃകായോഗ്യമായ ഭരണം അവിടുന്ന് കാഴ്ചവെച്ചു. അതാണ് മഹാനവറുകൾ നിർവഹിച്ചത്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മുടെ രാഷ്ട്രത്തിന്റെ നാശത്തിലേക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നയിക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.